അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേൻനെല്ലിക്കയാണ് കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള നെല്ലിക്ക കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളൊരു ഇഡ്ഡലി തട്ടിൽ വെച്ച് ആവി കയറ്റിയെടുക്കുകയാണ്. അതിനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് തിള വന്നതിന് ശേഷം നമുക്ക് ഈ തട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു പനങ്കൽക്കണ്ടാണ് ഇതിന് വേണ്ടത്. പനങ്കൽക്കണ്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് പിന്നെ തുല്യമായിട്ടുള്ള അളവിൽ എടുക്കണം കേട്ടോ. ശർക്കരയും നെല്ലിക്കയും തുല്യമായിട്ട് അളവിൽ എടുത്തിട്ട്, ശർക്കര അല്ല പനങ്കൽക്കണ്ടം തുല്യമായിട്ട് അളവിൽ എടുക്കുക. വെള്ളം തിള വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആവിക്ക് വെച്ച് പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ. വെള്ളമൊന്നും ഇല്ലാതെ കഴുകി തുടച്ച് വൃത്തിയാക്കിയ നെല്ലിക്കയാണ്. ഇത് നാടൻ നെല്ലിക്കയാണ് കേട്ടോ. അപ്പോൾ അതിരുന്ന് വേവട്ടെ. നെല്ലിക്ക അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനത് ചെറിയ ഹോളിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നെല്ലിക്കയ്ക്ക് എല്ലാത്തിനും നിറയെ ഹോളിട്ട് കൊടുക്കുക. അപ്പോൾ ആ മധുരമൊക്കെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് മധുരം ഉള്ളിലേക്ക് പിടിക്കും കേട്ടോ. ഇനി നമ്മൾ പാത്രത്തിൽ പനങ്കൽക്കണ്ട ഇട്ട പാത്രത്തിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗവിൽ വെച്ച് സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ സിറപ്പ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുള്ള പനങ്കൽക്കണ്ടത്തിൻ്റെ ആ ഇതൊക്കെ നമുക്ക് നെല്ലിക്കയിലേക്ക് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ചിട്ട് സ്റ്റൗവ് സിമ്മിലിട്ടിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ആയത്. ലൈറ്റ് കുറവായപ്പോൾ ഞാൻ ഫ്ലാഷ് ഇട്ടതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടമായെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.